സുജയ, അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം ഷെഡ്യൂൾ ചെയ്ത സമയം അത് 11:05 എന്നുള്ളതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തി. പിന്നീട് പെട്ടെന്ന് തന്നെ ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം വൈകാതെ തന്നെ 3 ഹെലികോപ്റ്ററുകളിലായി പ്രധാനമന്ത്രിയും സംഘവും വയനാട്ടിലേക്ക് പുറപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അവിടെ എത്തി ഓരോ നിമിഷത്തിലും കൃത്യമായ ഇടപെടലുകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ആദ്യഘട്ടത്തിൽ വ്യോമ നിരീക്ഷണം നടത്തുന്നു, അതിന് പിന്നാലെ തന്നെ കൽപ്പറ്റയിലേക്ക് തിരികെ എത്തുന്നു, അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം, അതായത് ക്യാമ്പുകൾ സന്ദർശിക്കാനും ഒപ്പം തന്നെ ആളുകളെ കാണാനും ഒക്കെയുള്ള തീരുമാനം വന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രത്തോളമാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തതയുണ്ട്. ആളുകൾ അതിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തെ ഒരു തരത്തിലും മാറ്റി നിർത്തില്ല എന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി ഇതിനോടകം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന് പിന്നാലെ തന്നെ വളരെ ബോധ്യപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കളക്ട്രേറ്റിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും അത് വളരെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നാടൊന്നടങ്കം തുടച്ചു നീക്കപ്പെട്ട ഇടത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ തന്നെ അത്തരത്തിൽ വലിയ ഒരു സഹായ ഹസ്തമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ പൊതുവെ സംസ്ഥാനം വെച്ചു പുലർത്തിയിരുന്നു. ആ അർത്ഥത്തിൽ തന്നെ കഴിയാവുന്ന അത്രയും സഹായം ചെയ്യാം എന്നുള്ളത് തന്നെ പ്രധാനമന്ത്രി ഈ ജനപ്രതിനിധികളുടെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ കേരളത്തിനോട് വാക്ക് നൽകുന്നത് നമ്മൾ കണ്ടു. കുട്ടികൾക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പാക്കേജുകൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ആ അർത്ഥത്തിൽ തന്നെ കേരളം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ അത്തരത്തിൽ ഒന്നായി നിൽക്കുകയും പഠന വിഷയത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ വലിയ തരത്തിലുള്ള കഴിവ് തെളിയിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് കുരുന്നുകൾ ഉണ്ടായിരുന്ന മേഖലയാണ്. അതിൽ പലരും ഇന്നില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അവശേഷിക്കുന്ന ആളുകൾക്ക് വെള്ളാർമല സ്കൂളുകളെ പോലെ ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നു. വൈകാതെ തന്നെ സഹായം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടാൽ തന്നെ നമ്മളേവരും പ്രതീക്ഷിക്കുന്നതുപോലെ ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും ഒക്കെ ഒരു പുനരധിവാസത്തിലേക്ക് എത്തുകയും ആ നാടിനെ അല്പമെങ്കിലും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലുള്ളത്. ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച 3 ഹെലികോപ്റ്ററുകളായാണ് പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയ ഉദ്യോഗസ്ഥ സംഘവും ഒപ്പം തന്നെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട്ടിലേക്ക് തിരിച്ചത്. അവരിപ്പോൾ അവിടെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യ ഹെലികോപ്റ്റർ ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു, റൺവേയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിക്ക് പോകാനുള്ള വിമാനം ഉൾപ്പെടെ ഈ മേഖലയിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ട് മറുവശത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ രാവിലെ പറന്നുയർന്ന 2 ഹെലികോപ്റ്ററുകൾ കൂടി ഈ മേഖലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അതും ഈ റൺവേയിലേക്ക് എത്തി താഴേക്ക് എത്തുകയും ചെയ്യും. തുടർന്ന് വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങുമെന്നുള്ളതാണ്. നേരത്തെ നിശ്ചയിച്ച സമയം എന്ന് പറയുന്നത് 3:45 ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചിരിക്കുന്നു. കൃത്യമായ ഷെഡ്യൂളുകൾ എന്നുള്ളത് ആ ഷെഡ്യൂളുകൾക്ക് അപ്പുറത്തേക്ക് പരിഗണന കൊടുക്കേണ്ട മേഖലയാണ് ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് കൃത്യമായി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. അദ്ദേഹം അവിടേക്ക് ചെന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപി, ഒപ്പം തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി, ഒപ്പം ADGP കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സേനാ വിഭാഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു സ്കെച്ച് ഉണ്ടാക്കി തന്നെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വലിയ വിപുലമായ രീതിയിൽ തന്നെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വൈകാരികമായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏറ്റവും ഒടുവിൽ വരികയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട് കുട്ടികളുടെ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ തുടർന്ന് ഇനി എങ്ങനെയൊക്കെ സഹായം നൽകാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ ഒരു വീക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് കേന്ദ്രത്തിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിൽ ചെയ്യാൻ സാധിക്കുക, ആ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ സംസ്ഥാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദുരന്ത മേഖലയിലെത്തി അതിജീവിതരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത്. അവിടെയുള്ള ദുരിതബാധിതർ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകണം എന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിംസ് ആശുപത്രിയിലെ, മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അടക്കം പങ്കുവയ്ക്കുന്ന വിവരം. അവന്തികയെയും അരുണിനെയും അനിലിനെയും സുഹൃതിയെയും ഒക്കെ നേരിട്ട് കണ്ടു. റസീനെയും ജസീലയെയും നേരിട്ട് കണ്ടു. ഡോക്ടർമാരെയും നേരിട്ട് കണ്ട് സംസാരിച്ചു. ചികിത്സാ വിവരങ്ങളൊക്കെ ഡോക്ടർമാരുമായുള്ള സംഭാഷണത്തിൽ ചോദിച്ചറിഞ്ഞു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം ഒരു താല്പര്യമെടുക്കുന്ന പ്രധാനമന്ത്രിയെയാണ് ദീപക് നമ്മൾ കണ്ടത്. ആശുപത്രിയിലെ
സന്ദർശന വേളയിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് മാനസിക പിന്തുണ ഉറപ്പു നൽകണം. മാനസികമായി ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഉരുൾപൊട്ടലുണ്ടാക്കിയ ആഘാതം, അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടത്, അവർ ജീവിച്ചിരുന്ന ചുറ്റുപാട് നഷ്ടപ്പെട്ടത് ഒക്കെ വലിയ രീതിയിൽ ഉണ്ടാക്കും എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശന വേളയിലെ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്ക് കാണാം, പ്രധാനമന്ത്രിക്ക് തിരികെ ദില്ലിയിലേക്ക് പോകാനുള്ള വിമാനം അത് തയ്യാറായി കിടക്കുകയാണ്. വ്യോമസേന ഹെലികോപ്റ്ററിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് വന്ന എയർഫോഴ്സ് 1 വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ദില്ലിയിലേക്ക് പോകും.